സയ്യിദി യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് അള്ളാഹുവിൻ്റെ മനോഹര നാമങ്ങളിലൊന്നായ മഹത്തായ ഒരു ഇസ്മിനെ കുറിച്ചാണ് പറയുന്നത്. ഈ ഇസ്മിൻ്റെ മഹത്വം അറിഞ്ഞാൽ അള്ളാഹുവിൻ്റെ നാമങ്ങളുടെ പ്രാധാന്യം കൂടുതൽ മനസ്സിലാകും ഇൻഷാ അള്ളാഹ്. ചില പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ പരാമർശിക്കുന്നുണ്ട്, രാത്രിയുടെ അവസാന യാമത്തിൽ ഏകാഗ്രതയോടെ 1 മണിക്കൂറോ അതിൽ കൂടുതലോ ഈ ദിക്ർ ചൊല്ലുന്നവരുടെ കൽബിനും മുഖത്തിനും അള്ളാഹു നൂറ് നൽകുമെന്നാണ്. എല്ലാവരും അന്വേഷിക്കുന്നതും സമാധാനമുള്ള ഹൃദയവും അള്ളാഹുവിൻ്റെ പ്രീതിയുമല്ലേ? അത് അള്ളാഹുവിൻ്റെ മനോഹര നാമങ്ങളിൽ ഒന്നായ അൽ ഹാലിക് എന്ന ഇസ്മിലൂടെ നമുക്ക് നൽകുകയാണ്. അൽ ഹാലിക് എന്നതിൻ്റെ അർത്ഥം എന്താണ്? എല്ലാം സൃഷ്ടിച്ചവൻ എന്നാണ്. ആകാശവും ഭൂമിയും മനുഷ്യരും നാം കാണുന്നതും കാണാത്തതുമായ എല്ലാ സൃഷ്ടികളെയും സൃഷ്ടിച്ചത് അള്ളാഹുവാണ്. ഖുർആൻ നമ്മെ സൃഷ്ടികളെക്കുറിച്ച് ചിന്തിക്കാൻ ക്ഷണിക്കുന്നു. കാരണം സൃഷ്ടികളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സ്രഷ്ടാവിൻ്റെ മഹത്വം നമ്മുടെ ഹൃദയത്തിൽ കൂടുതൽ ഉറപ്പിക്കുന്നു. അതുകൊണ്ടാണ് ഈ മഹത്തായ നാമം ദിക്റായി ചൊല്ലുന്നത്. വെറും വാക്കുകൾ ആവർത്തിക്കൽ മാത്രമല്ല, അത് നമ്മെ സൃഷ്ടിച്ച റബ്ബുമായി ഹൃദയത്തെ ബന്ധിപ്പിക്കുന്ന ഒരു ആരാധനയാണ്. പ്രിയ മുഹിബീങ്ങളെ, ഇനി ഈ ഇസ്മിൻ്റെ മഹത്വം കൂടി കേൾക്കാം. ചില പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട്, രാത്രിയുടെ അവസാന യാമത്തിൽ 1 മണിക്കൂറോ അതിൽ കൂടുതലോ യാ ഹാലിക് എന്ന ഏകാഗ്രതയോടെ ദിക്ർ ചൊല്ലുന്നവരുടെ കൽബിനും മുഖത്തിനും അള്ളാഹു നൂറ് നൽകുമെന്നാണ്. രാത്രിയുടെ അവസാന ഭാഗം എന്തുകൊണ്ടാണ് ഇത്രയും ശ്രേഷ്ഠമായ സമയം? കാരണം വിശ്വസനീയമായ ഹദീസുകളിൽ ആ സമയം അള്ളാഹു തൻ്റെ ദാസന്മാരോട് കരുണയും അനുഗ്രഹവും പ്രത്യേകമായി നൽകുമെന്ന സമയമാണെന്നും അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ സമയത്ത് ചെയ്യുന്ന ദുആക്കും ദിക്റുകൾക്കും ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ വലിയ ആത്മീയ സ്വാധീനം ചെലുത്തുന്നു. അതുകൊണ്ട് കഴിയുമെങ്കിൽ ആ അനുഗ്രഹീത സമയത്ത് കുറച്ച് വേണമെങ്കിൽ എഴുന്നേറ്റ് വുളു എടുത്ത് 2 റക്അത്ത് നിസ്കരിച്ച ശേഷം ആത്മാർത്ഥമായി യാ ഹാലിക് എന്ന അള്ളാഹുവിനെ സ്മരിക്കാൻ ശ്രമിക്കുക. നമ്മെ സൃഷ്ടിച്ച റബ്ബ് നമ്മുടെ എല്ലാ അവസ്ഥകളും അറിയുന്നവനാണ്. അവനോട് ആത്മാർത്ഥമായി തിരിയുന്ന ഒരു ഹൃദയത്തെയും അള്ളാഹു ഒരിക്കലും കൈവിടില്ല. തീർച്ചയായും പ്രിയ മുഹിബീങ്ങളെ, യാ ഹാലിക് എന്ന ഇസ്മ എന്ന ദിക്ർ ആത്മാർത്ഥമായി ചൊല്ലാം. നമ്മുടെ കൽബിനും മുഖത്തിനും പ്രകാശം അള്ളാഹു നൽകുമെന്നാണല്ലോ. ഇൻഷാ അള്ളാഹ്, അള്ളാഹു നമ്മുടെ കൽബിനും നൂറ് കൊണ്ട് പ്രകാശിക്കുകയും അള്ളാഹുവിൻ്റെ സ്മരണയിൽ സ്ഥിരത നൽകുകയും അള്ളാഹുവിനെ എപ്പോഴും ഓർത്ത് ഇബാദത്ത് എടുത്ത് ജീവിക്കാനുള്ള കൽബ് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അള്ളാഹ്. ദുആ വസിയത്തോടെ.